ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഏത്തയ്ക്ക കൊണ്ടാണ് നമ്മളതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പഴം വിളയിച്ചത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന്. കീപ്പ് വാച്ചിങ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം. ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഏത്തക്കയാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ നെയ്യുമായിട്ട് ഈ ഏത്തക്കയുടെ ഓരോ പീസും ഒന്ന് യോജിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇട്ട് ഇതങ്ങ് കുഴച്ച് ഇളക്കാനായിട്ട് പാടില്ല. അത് ഒരു ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഏത്തക്കയെല്ലാം ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നെയ്യുമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു ഹെൽത്തിയർ ഓപ്ഷനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് നമുക്ക് പതുക്കെ കമ്പൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാം. ഇനി ഈ സെയിം പാൻ തന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കാഷ്യൂ നട്ട്സ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കാഷ്യൂ നട്ട്സ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ടേസ്റ്റ് ഇഷ്ടമുണ്ട് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ അവൽ ഒരു ക്രിസ്പി ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 10-20 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ അവൽ ക്രിസ്പി ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങയുടെ ആ ഒരു മോയ്സ്ചർ, ആ ഒരു നനവ് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇതിനകത്ത് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇൻ കേസ് ഏലക്കാപ്പൊടിയായിട്ട് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഫസ്റ്റ് ചേർക്കുമ്പോൾ അതിനകത്ത് 2 ഏലക്ക ചേർത്താലും മതിയാവും. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഏത്തക്ക ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു നല്ല ഒരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഒരുപാട് മധുരം താല്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ മധുരത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഷുഗറിൻ്റെ ഒക്കെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പഴം വിളയിച്ചത് നമ്മൾ പെട്ടെന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാഷ്യൂ നട്ടും കിസ്മിസും അതുപോലെ തന്നെ അവലും ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.